അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായി ഖബൂലാക്കുമാറാവട്ടെ, സ്വീകരിക്കുമാറാവട്ടെ. രണ്ടാം ദിവസമായ മൗലിദ് സദസ്സ് ഇന്നലെ ഷറഫല്ലന മൗലിദ്, അതിൻ്റെ ഒന്നാമത്തെ ഹദീസ്, അതിൻ്റെ ബെയ്ത്തിൻ്റെ പദാർത്ഥങ്ങൾ പറഞ്ഞു. ഇന്ന് രണ്ടാമത്തെ ഹദീസാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായി ഖബൂലാക്കുമാറാവട്ടെ, സ്വീകരിക്കുമാറാവട്ടെ. ഖൗലുഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വാക്ക് എന്ന് പറഞ്ഞാൽ ഖുർആൻ ആയത്ത്. യാ അയ്യുഹൻ നബിയ്യു ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറ. യാ അയ്യുഹൻ നബിയ്യു, ഓ നബിയേ, ഇന്നാ അർസൽനാക, തങ്ങളെ നാം അയച്ചിട്ടുണ്ട്, ഷാഹിദൻ, സാക്ഷിയായിട്ടും, വമുബശ്ശിറൻ, സന്തോഷവാർത്ത അറിയിക്കുന്നവരായിട്ടും, വനദീറൻ, മുന്നറിയിപ്പ് നൽകുന്നവരായിട്ടും. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് അള്ളാഹു പറഞ്ഞു. അവിടെ മൗലിദിൽ വിശദീകരിക്കുന്നു, ഷാഹിദൻ എന്ന് പറഞ്ഞാൽ ഐ ഷാഹിദൻ ലിർറുസുലി ബിത്തബ്ലീഗി എന്നാണ്. അതായത് ഷാഹിദം, സാക്ഷി ആയവനാണ്. ലിർറുസുലി, ആർക്ക്? മുർസലുകൾക്ക് സാക്ഷി ആണ് അഷ്റഫുൽ ഖൽഖ്. എന്തുകൊണ്ട് സാക്ഷിയാണ്? ബിത്തബ്ലീഗി, പ്രബോധനം കൊണ്ട്. എന്ന് പറഞ്ഞാൽ ഒരുപാട് മുർസലുകൾ മുൻകാലത്ത് വന്നിട്ടുണ്ട് എന്നും അവരുടെ ഉത്തരവാദിത്തമാകുന്ന പ്രബോധനം അവർ നിർവഹിച്ചിട്ടുണ്ട് എന്നും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് സാക്ഷിയാണ്. അതുപോലെ വമുബശ്ശിറൻ എന്ന് പറഞ്ഞാൽ വമുബശ്ശിറൻ ലിമൻ ആമന ബിൽ ജന്ന. വമുബശ്ശിറൻ, സന്തോഷവാർത്ത അറിയിക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ ആർക്കാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സന്തോഷവാർത്ത അറിയിക്കുന്നത് ലിമൻ, ഒരു വിഭാഗത്തിന്, ആമന ബിൽ ജന്ന, സ്വർഗം കൊണ്ട് വിശ്വസിച്ചവർ, സ്വർഗമുണ്ട് എന്നും അങ്ങനൊരു ലോകമുണ്ട് എന്നും വിശ്വസിച്ച് ഭൗതിക ലോകത്ത് ജീവിക്കുന്നവർക്കാണ് സന്തോഷവാർത്ത അറിയിക്കുന്നവർ എന്ന് നബിയെ സംബന്ധിച്ച് പറഞ്ഞത്. വനദീറൻ, മുന്നറിയിപ്പ് നൽകുന്നവൻ എന്ന് പറഞ്ഞാൽ ആർക്കാണ് റസൂലുള്ളാഹി മുന്നറിയിപ്പ് നൽകുന്നത്? ലിമൻ കദ്ദബ ബിന്നാർ, നരകത്തെ അവർ കളവാക്കി. നരകം ഉണ്ട് എന്ന് പറയുമ്പോൾ അതിനെ വിശ്വസിക്കാതെ അത് കളവാണ്, അങ്ങനൊരു ലോകമില്ല എന്ന് അവർ പറഞ്ഞു, അവർ വിശ്വസിച്ചു, അവർ പ്രചരിപ്പിച്ചു. അങ്ങനെ നടക്കുന്നവർക്ക് മുന്നറിയിപ്പ് നൽകുന്നവരായിട്ടാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അയച്ചത്. മാത്രമല്ല വദാഇയം ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവരായിട്ടും. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക എന്ന് പറഞ്ഞാൽ ഐ ഇലാ തൗഹീദിഹി വ ത്വാഅതിഹി, അള്ളാഹു ഏകനാണെന്ന ആ വിശ്വാസത്തിലേക്ക്, വ ത്വാഅതിഹി, അവനെ അനുസരിക്കുന്നതിലേക്ക്. അപ്പോൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദൗത്യം എന്താണ്? അള്ളാഹു ഏകനാണ്, ആരാധനക്കർഹനായി അള്ളാഹു ഒന്നാണ്, ഏകദൈവ വിശ്വാസം നിങ്ങൾക്കുണ്ടാകണമെന്ന സന്ദേശത്തെ അറിയിക്കാൻ. അതുപോലെ അവന് മാത്രമേ വഴിപ്പെടാൻ പാടുള്ളൂ, അവൻ പറഞ്ഞതനുസരിച്ചേ നിൽക്കാവൂ, അവൻ്റെ കൽപ്പനക്ക് വശംബദരായി നിൽക്കാവൂ, അതിന് വിരുദ്ധമായി നിൽക്കല്ലേ എന്ന സന്ദേശം അറിയിക്കാനും അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാനുമായിട്ടാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നാം അയച്ചത്. ഇതൊക്കെ നബി തങ്ങൾ ചെയ്യുന്നത് സ്വന്തം തീരുമാനപ്രകാരമല്ല, ബിഇദ്നിഹി, അള്ളാഹുവിൻ്റെ സമ്മതത്തോടു കൂടെ, ഐ ബി അംരിഹി, അവൻ്റെ കൽപ്പന പ്രകാരം.
പിന്നെ എങ്ങനെയുള്ള നബിയാണ്? വസിറാജം മുനീറ, സിറാജൻ വിളക്കായ നിലക്കുള്ള നബി, മുനീറൻ എങ്ങനെയുള്ള വിളക്ക്? പ്രകാശിക്കുന്ന വിളക്ക്. ഇവിടെ മൗലിദിൽ പറയുന്നത് സമ്മാഹുല്ലാഹു, അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പേര് വെച്ചു. സമ്മാഹുല്ലാഹു, അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പേര് വെച്ചു. സിറാജൻ, എന്താണ് പേര് വെച്ചത്? വിളക്ക് എന്നാണ് പേര് വെച്ചത്. കാരണം എന്തുകൊണ്ടാണ്? ലി അന്നഹു യുഹ്തദാ ബിഹി, നബി കാരണം ധാരാളം ആളുകൾക്ക് സന്മാർഗം നൽകപ്പെടുന്നുണ്ട്. അതേതുപോലെയാണ് കസ്സിറാജി, ഒരു വിളക്ക് പോലെയാണ്. യുസ്തല്ലാഹു ബിഹി, ആ വിളക്ക് കൊണ്ട് വെളിച്ചം നൽകപ്പെടും. ഫിൽഉൽമത്തി, എവിടെ? ഇരുട്ടിൽ. അപ്പോൾ ഒരു ഇരുട്ടിൽ നമുക്ക് വഴി കാണാതിരിക്കുമ്പോൾ, വഴി തപ്പുമ്പോൾ, എവിടെയെങ്കിലും കുണ്ടിലും കുഴിയിലും വീഴാതിരിക്കാൻ, വഴി മാറിപ്പോകാതിരിക്കാൻ നമുക്ക് വെളിച്ചം ഒരു മാർഗമാണോ, മാധ്യമമാണ് നാം ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ എന്നതുപോലെ ലോകൈ ഗുരു അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിദായത്താകുന്ന ഈമാനിൻ്റെ വെളിച്ചമാണ് കാണിച്ചു തരുന്നത്. അതിങ്ങനെ കാണിച്ച ആ വഴി തെളിച്ചു തരും. ഇതാണ് ശരി, ഇതാണ് നേരായ റൂട്ട്, ഇതാണ് മാർഗം, ഈ വഴിയിലൂടെ, ഈ പാന്താവിലൂടെ വരൂ എന്ന് പറഞ്ഞ് ഇരുട്ടിലുള്ള ജനങ്ങൾക്ക് വെളിച്ചം കാണിച്ച് ഹിദായത്തിലേക്ക്, ഈമാനിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നവരാണ് അഷ്റഫുൽ ഖൽഖ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശേഷിപ്പിച്ചത് സിറാജം മുനീറ, കത്തിജ്വലിക്കുന്ന വിളക്കായിട്ടുമാണ് നബി തങ്ങൾ നാം എന്തായിരിക്കുന്നത്. അപ്പോൾ ആ വിളക്കിലേക്ക്, അതിലേക്ക് നമ്മൾ ഒരു കറണ്ട്, നമുക്കൊരു വയറ് കൂടി, കണക്ഷൻ കൂടി കൊടുത്ത് നമുക്കും ആ വെളിച്ചം എന്താകണം? കിട്ടണം. അല്ലാഹു നൽകുമാറാവട്ടെ. വബശ്ശിരിൽ മുഅ്മിനീന ബിഅന്ന ലഹും മിനല്ലാഹി ഫളലൻ കബീറ. വബശ്ശിരിൽ മുഅ്മിനീന, മുഅ്മിനീങ്ങൾക്ക് തങ്ങൾ എന്താക്? സന്തോഷവാർത്ത അറിയിക്ക്. എന്താണ് സന്തോഷവാർത്ത അറിയിക്കേണ്ടത്? എന്തുകൊണ്ടാണ് അറിയിക്കേണ്ടത്? ബിഅന്ന ലഹും മിനല്ലാഹി ഫളലൻ കബീറ, അല്ലാഹുവിൽ നിന്നവർക്കുണ്ട് എന്തുണ്ട്? ഫളലൻ കബീറ, വലിയ മഹത്വമുണ്ട് എന്ന ആ സന്തോഷവാർത്ത മുഅ്മിനീങ്ങൾക്ക് തങ്ങൾ സന്തോഷവാർത്തയായി മുഅ്മിനീങ്ങൾക്ക് തങ്ങൾ അറിയിച്ചു കൊടുക്ക് എന്നും ഖുർആൻ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അമറഹുല്ലാഹു തആല, അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൽപ്പിച്ചു, അയ്യുബശ്ശിറൽ മുഅ്മിനീന, മുഅ്മിനീങ്ങൾക്ക് സന്തോഷവാർത്ത അറിയിക്കാൻ. എന്തുകൊണ്ട് സന്തോഷവാർത്ത അറിയിക്കാൻ? ബിൽ ഫളിൽ കബീരി, മഹത്തായ വലിയതായ വലിയ മഹത്വമുണ്ട് നിങ്ങൾക്ക് എന്ന സന്തോഷ വാർത്ത അറിയിക്കുക. ആരിൽ നിന്നുണ്ട്? മിനല്ലാഹി അസ്സ വജല്ല, അല്ലാഹുവിൽ നിന്നുണ്ട്. വഖദ് ബയ്യനല്ലാഹു തആല അൽ ഫളൽ കബീർ, എന്താണ് മുഅ്മിനീങ്ങൾക്ക് നൽകുന്ന ആ ഫളൽ കബീർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കി ഫീ ഖൗലിഹി തആല, അല്ലാഹുവിൻ്റെ ഖുർആനിൽ. ഏതാണ് ആയത്ത്? വല്ലദീന ആമനൂ വഅമിലു സ്വാലിഹാത്തി ഫീ റൗളാത്തിൽ ജന്നാത്തി ലഹും മാ യശാഊന ഇൻദ റബ്ബിഹിം ദാലിക ഹുവൽ ഫളലുൽ കബീർ. വല്ലദീന ആമനൂ, വിശ്വസിച്ചവരായ കൂട്ടർ, വഅമിലു സ്വാലിഹാത്തി, സൽപ്രവർത്തനങ്ങൾ ചെയ്തവരായ വിഭാഗവും, ഫീ റൗളാത്തിൽ ജന്നാത്തി, സ്വർഗങ്ങളാകും സ്വർഗങ്ങളുടെ തോട്ടങ്ങളിലാണ് അവർ താമസിക്കുക. സ്വർഗത്തിലെ തോട്ടങ്ങളിലാണ് അവർ താമസിക്കുക. ലഹും, അവർക്കുണ്ടുമായ യശാഊന, അവർ ഉദ്ദേശിച്ചത് എന്താണോ അതൊക്കെ അവർക്കുണ്ട്. ഇൻദ റബ്ബിഹിം, ആരുടെ അടുക്കൽ? അവരുടെ റബ്ബിൻ്റെ അടുക്കൽ. എന്താണോ അവർ കരുതിയത്, എന്താണോ അവർ ഉദ്ദേശിച്ചതൊക്കെ നൽകുന്ന ആ സ്വർഗത്തിലെ ആ തോട്ടത്തിലാണ് അവർ ഉണ്ടാവുക, അവർ വസിക്കുക. ദാലിക ഹുവ, അത് തന്നെയാണ് അൽ ഫളുൽ കബീർ, വലിയ മഹത്തമായ. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങൾക്ക് അറിയിച്ചു കൊടുക്കാൻ നബിയോട് പറഞ്ഞ ആ ഫളുൽ കബീർ അതാണ്. അല്ലാഹു ഖബൂലാക്കുമാറാവട്ടെ. വ ഖൗലുഹു തആല, അങ്ങനെ മൗലിദ് തുടർന്നു പോവുകയാണ്. വ ഖൗലുഹു തആല, അല്ലാഹു തആലയുടെ ഖൗല് എന്താണ്? വലാ തുതിഇൽ കാഫിരീന, വലാ തുതി',
തങ്ങൾ വഴിപ്പെടരുത്, അനുസരിക്കരുത്. അൽ കാഫിരീൻ, ആർക്ക്? കാഫിറുകൾക്ക്, നിഷേധികൾക്ക് തങ്ങൾ വഴിപ്പെടരുത്. ഐ മിൻ അഹ്ലി മക്ക. ആർക്കാണ് വഴിപ്പെടരുതെന്ന് പറഞ്ഞത്? മക്കക്കാർക്ക് തങ്ങൾ എന്താകരുത്, വഴിപ്പെടരുത്. എന്തുകൊണ്ടത് പറഞ്ഞു? മക്കക്കാര് പല കുതന്ത്രങ്ങളും അവർ മെനഞ്ഞു. അവർ ഇതിൽ നിന്ന് പിന്തിരിയാൻ വേണ്ടി പറഞ്ഞു, നിങ്ങൾക്ക് ഇത്ര ക്യാഷ് തരാം, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ഞങ്ങൾ തരാം. കുറേ വാഗ്ദത്വം ചെയ്തു. ഈ പ്രബോധന മേഖലയിൽ നിന്ന് തങ്ങളൊന്ന് പിന്തിരിയണം. ഒന്നിനും തങ്ങൾ വഴിപ്പെട്ടിട്ടില്ല. മാത്രമല്ല, നിങ്ങൾ പറയുന്ന അള്ളാഹു ഇബാദത്ത് ചെയ്യുക, ഞങ്ങൾ പറയുന്ന ബിംബങ്ങൾക്കും എന്ത് ചെയ്യണം? ഇബാദത്ത് ചെയ്യണം. അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾക്ക് ചെയ്യുക എന്നുള്ള ഒരു ചർച്ചക്കും അവർ വന്നു. പക്ഷേ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മക്കക്കാർ ഇങ്ങനെയൊക്കെ പറഞ്ഞു വരുമ്പോൾ അള്ളാഹുവിൻ്റെ നിർദ്ദേശം എന്താ? ഏകദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി തന്നെയായിരിക്കണം. അതിനപ്പുറത്തേക്ക് മറ്റൊന്നും എന്ത് വാക്തത്വം കൊണ്ടുവന്നാലും അത് അനുസരിക്കാൻ പാടില്ല. അത് അള്ളാഹുവിൻ്റെ കൽപ്പന. വലാത്തുതി, തങ്ങൾ എന്താകരുത്, വഴിപ്പെടരുത്, അനുസരിക്കൽ കാഫിരീങ്ങൾക്ക് ഐ മിൻ അഹ്ലി മക്ക, മക്കക്കാർക്ക് വഴിപ്പെടരുത്. വൽ മുനാഫിഖീന, മുനാഫിഖീങ്ങൾക്കും വഴിപ്പെടരുത്. ഐ മിൻ അഹ്ലിൽ മദീന, അതായത് മദീനക്കാരാകുന്ന മുനാഫിഖീങ്ങൾ, ഉള്ളിൽ വിശ്വാസമില്ലാത്ത കപട വിശ്വാസികളുണ്ട്, അവർക്കും തങ്ങൾ എന്താകരുത്, വഴിപ്പെടരുത്. എന്ന് പറഞ്ഞാൽ അവരെ ഉപേക്ഷിച്ചേക്ക് തങ്ങൾ, അവരെ വിട്ടേക്ക് തങ്ങൾ. യാ മുഹമ്മദ്, ഓ മുഹമ്മദ് നബിയെ, ഐ ലാ തുജാസിഹിം അലൈഹി, അവരോട് എതിർക്കാനോ അവരെ പ്രതിരോധിക്കാനോ തങ്ങൾ പോകേണ്ടതില്ല എന്ന് പറഞ്ഞ് അള്ളാഹുവിൻ്റെ ഖുർആൻ അവിടെ പറഞ്ഞു. ഇവിടെ മൗലിദിൽ പറയുന്നു, ഹാദാ മൻസൂഖും ബി ആയത്തിൽ ഖിത്താൽ. ഈ ഭാഗം, അതായത് മുനാഫിഖുകൾ, കപടവിശ്വാസികൾ, അവരോട് തങ്ങളൊന്നും പ്രതിരോധിക്കാൻ പോകണ്ട എന്ന് പറഞ്ഞ ആ ഭാഗം, അത് മൻസൂഖും ബി ആയത്തിൽ ഖിത്താലിൻ്റെ ആയത്ത് കൊണ്ട് അവിടെ മൻസൂഖാണ്, അത് ദുർബലമാക്കപ്പെട്ടു. എന്ന് പറഞ്ഞാൽ തീരെ ഒന്നും ചെയ്യാൻ പോകണ്ട എന്ന ആ ഒരു ആശയത്തിൻ്റെ ആ ഭാഗം ആയത്തുൽ ഖിത്താൽ, അതായത് നിങ്ങൾ അവസരം വരുമ്പോൾ, സാഹചര്യം യുദ്ധം ചെയ്യേണ്ട സമയത്ത് യുദ്ധം ചെയ്യണം എന്ന് പറഞ്ഞ ആയത്തുൽ ഖിത്താൽ ഇറങ്ങിയപ്പോൾ ആ ഭാഗം എന്തായിട്ടുണ്ട്? ദുർബലപ്പെട്ടിട്ടുണ്ട്. ആവശ്യം വരുമ്പോൾ പ്രതിരോധിക്കേണ്ടതും ഉണ്ട് എന്ന അർത്ഥം. വതവക്കൽ അലല്ലാഹ്, പിന്നെ അള്ളാഹുവിലേക്ക് അവിടെ മൗലിദിൽ പറയുന്നു, വതവക്കൽ, തങ്ങൾ തവക്കുൽ ചെയ്യണം. അലല്ലാഹിന്റെ ആരമേൽ തവക്കുലാക്കണം? അള്ളാഹുവിൻ്റെ മേൽ തവക്കുലാക്കണം എന്ന് പറഞ്ഞാൽ അവിടെ മൗലിദിൽ വിശദീകരിക്കുന്നത് അമറഹു ബിത്തവക്കുലി അലൈഹി, അമറഹു, നബിയോട് അള്ളാഹു കൽപ്പിച്ചു, ബിത്തവക്കുലി അലൈഹി, ആരുടെ മേൽ തവക്കുലാക്കണമെന്ന്? അള്ളാഹുവിൻ്റെ മേലിൽ തവക്കുലാക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൽപ്പിച്ചു. വആനസഹു ബിഖൗലിഹി തആല, വആനസഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു സന്തോഷിപ്പിച്ചു. ബിഖൗലിഹി തആല, ഏതുകൊണ്ട്? അള്ളാഹുവിൻ്റെ കൗല് കൊണ്ട്. വകഫാ ബില്ലാഹി വകീല എന്ന അള്ളാഹുവിൻ്റെ കൗല് കൊണ്ട്. വകഫാ ബില്ലാഹി വകീല, കാര്യങ്ങൾ ഏൽപ്പിക്കാൻ അള്ളാഹു തന്നെ മതി എന്ന അർത്ഥം വരുന്ന ആ ആയത്ത് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു എന്ത് ചെയ്തു? സന്തോഷിപ്പിച്ചു. ഇവിടെ വമഅന വക്കീലൻ, വക്കീലൻ എന്നതിൻ്റെ അർത്ഥം ഹാഫിലൻ, സംരക്ഷിക്കുന്നവൻ, സൂക്ഷിക്കുന്നവൻ എന്നാണ്. സുരക്ഷിതമാക്കുന്നവൻ, സംരക്ഷിക്കുന്നവൻ എന്നാണ്. വറുവിയാനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്തു, അന്നഹു ഖാല, തീർച്ചയായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എന്താ പറഞ്ഞത്? കുന്തു നൂറം ബൈന യദൈ ഇല്ലാഹി തആല ഖബ്ല അൻ യഖ്ലുഖ ആദമ അലൈഹിസ്സലാം ബി അൽഫൈ ആമി യുസബ്ബിഹുല്ലാഹ ദാലിക നൂറു വതുസബ്ബിഹുൽ മലായികതു ബിതസ്ബീഹിഹി. കുന്തു നൂറൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഞാനൊരു പ്രകാശമായിരുന്നു. ബൈന യദൈ ഇല്ലാഹി തആല, ആരുടെ അടുക്കൽ? അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു പ്രകാശമായിരുന്നു. ഖബ്ല അൻ യഖ്ലുഖ ആദം അലൈഹിസ്സലാം, ഏതിനു മുമ്പ്? ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പടക്കുന്നതിന് മുമ്പ്. ബി അൽഫൈ ആമിൻ, എത്ര വർഷം മുമ്പ്? 2000. ബി അൽഫൈ ആമിൻ, 2000 വർഷങ്ങൾക്ക് മുമ്പ്. യുസബ്ബിഹുല്ലാഹ ദാലിക നൂർ വതുസബ്ബിഹുൽ മലായികതു ബിതസ്ബീഹിഹി. യുസബ്ബിഹുല്ലാഹു ദാലിക നൂർ, അങ്ങനെ 2000 വർഷക്കാലം ആ പ്രകാശം അള്ളാഹുവിന് തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരുന്നു. വതുസബ്ബിഹുൽ മലായികതു, മലക്കുകളും
തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരുന്നു. ബി തസ്ബീഹിഹി, ആ നൂറിൻ്റെ തസ്ബീഹ് കാരണം, ആ നൂറ്, ആ വെളിച്ചത്തിൻ്റെ തസ്ബീഹ് കാരണം. ഫലമ്മാ ഖലഖല്ലാഹു തആല, അല്ലാഹു തആല പടച്ചപ്പോൾ ആദം അലൈഹിസ്സലാം, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പടച്ചപ്പോൾ അൽഖാ ദാലിക നൂറ, ആ പ്രകാശത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇട്ടു. എവിടെ ഇട്ടു? ഫീ ത്വീനത്തിഹി, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കളിമണ്ണ് കൊണ്ടാണല്ലോ പടച്ചത്. അപ്പോൾ ആ കളിമണ്ണിൽ അതിനെന്ത് ചെയ്തു? ആ ഉടച്ചുണ്ടാക്കിയ ആദം നബിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൂറിനെ നിശ്ചയിച്ചു, അതിനെ ഇട്ടു. ഫഅഹ്ബതനി അല്ലാഹു തആല, അങ്ങനെ അള്ളാഹിൻ്റെ ഹബീബ് പറയുന്നു, എന്നെ അള്ളാഹു അങ്ങനെ ഇറക്കി. അല്ലാഹു തആല എന്നെ അള്ളാഹു ഇറക്കി. എവിടെ ഇറക്കി? ഫീ സുൽബി ആദം അലൈഹിസ്സലാം, ആദം നബി അലൈഹിസ്സലാമിൻ്റെ മുതുകിൽ ഇറക്കി. മുതുകിലൂടെ അള്ളാഹു ഇറക്കി. ഏതിലേക്ക് ഇറക്കി? ഇലൽ അർളി, ഭൂമിയിലേക്ക് ഇറക്കി. വജഅലനി, എന്നെ അള്ളാഹു ആക്കി. ഫിസ് സഫീനത്തി, എവിടെയാക്കി? കപ്പലിലാക്കി, കപ്പലിൽ ആക്കി. ഫീ സുൽബി നൂഹ് അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മുതുകിലായിട്ട് എന്നെ അള്ളാഹു കപ്പലിലാക്കി. എന്ന് പറഞ്ഞാൽ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ കപ്പലിൽ അങ്ങനെ സഞ്ചരിക്കുമ്പോൾ കൂടെ ആരുണ്ട്? അവിടുത്തെ മുതുകിൽ അഷ്റഫുൽ വജൂദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ നൂറുണ്ട്. വജഅലനി ഫീ സുൽബിൽ ഖലീൽ ഇബ്രാഹിം അലൈഹിസ്സലാം, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ ആക്കി ഫീ സുൽബിൽ ഖലീൽ ഇബ്രാഹിം അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മുതുകിൽ അള്ളാഹു എന്നെ ആക്കി. എപ്പോൾ? ഹീന ഖുദിഫ ബിഹി, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ എറിയപ്പെട്ട സമയത്ത്, ഫിന്നാർ, തീയിൽ, നമ്രൂദ് തീക്കൊണ്ടാരുണ്ടാക്കി വലിച്ചെറിഞ്ഞപ്പോൾ അവിടെയും ആരുണ്ട്? ആ തീയിൽ, അവിടുത്തെ മുതുകിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുണ്ട്. അപ്പോൾ അവരുടെ ഒക്കെ പവർ, അതിൻ്റെ അവരുടെ മുതുകിൽ ആ വെളിച്ചം, ലോകത്തിൻ്റെ പ്രകാശം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുണ്ട് എന്നുള്ളതാണ്. എന്നിട്ട് പറയുന്നു, വലം യസൽ യൻഖുലുനി റബ്ബി മിനൽ അസ്ലാബി ത്വാഹിറ ഇലൽ അർഹാമി സക്കിയത്തിൽ ഫാഖിറ വലം യസൽ യൻഖുലുനി റബ്ബി, എൻ്റെ റബ്ബ് അങ്ങനെ നീക്കിക്കൊണ്ടിരുന്നു, എൻ്റെ ഈ നൂറിനെ എൻ്റെ റബ്ബ് ഇങ്ങനെ നീക്കിക്കൊണ്ടിരുന്നു. മിൻ അസ്ലാബി ത്വാഹിറ, ഏതിലൂടെ? ശുദ്ധിയുള്ള മുതുകിലൂടെ. ഇലൽ അർഹാമി സക്കിയത്തിൽ ഫാഹിറ, അഭിമാനമുള്ള വളരെ പ്യൂറായ പരിശുദ്ധമായ ഗർഭാശയങ്ങളിലേക്ക്. ഇതൊക്കെ നാം മനസ്സിലാക്കേണ്ടത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരമ്പര, ആദം നബി മുതൽ അവിടുത്തെ ആ നൂറ് ആരിലൊക്കെ വന്നോ, അങ്ങനെ അവസാനം മഹദിയായ ആമിന ബീബി റളിയല്ലാഹു അൻഹ, അബ്ദുള്ള റളിയല്ലാഹു അൻഹു, അവരിലൂടെ ലോകൈക ഗുരു പുറത്തേക്ക് വരുമ്പോൾ അതുവരെയുള്ള മുഴുവൻ വാപ്പമാർക്കും അവരെല്ലാവരും ത്വാഹിരി, ശുദ്ധിയുള്ളവരാണ്, പരിശുദ്ധരാണ്. ഒരു നിലക്കും അള്ളാഹുവിൻ്റെ അടുക്കലിൽ തെറ്റ് ചെയ്തവരോ കുറ്റം ചെയ്തവരോ അല്ലെങ്കിൽ ഷിർക്ക് ചെയ്തവരോ തെറ്റായ മാർഗത്തിൽ ജീവിച്ചവരോ അല്ല. മുത്തുനബിയുടെ ആഭായങ്ങൾ, അതുപോലെ ഉമ്മമാർ, അവരെ വാപ്പമാർ എല്ലാം പരിശുദ്ധാത്മാക്കളായിരുന്നു എന്ന് നാം മനസ്സിലാക്കണം. അങ്ങനെ ഹത്ത അഖ്റജനി അല്ലാഹു, അല്ലാഹു തആല എന്നെ പുറത്താക്കി, മിൻ ബൈനി അബവയ്യ, ആരിലൂടെ? എൻ്റെ മാതാപിതാക്കളുടെ, അതായത് അബ്ദുള്ള റളിയല്ലാഹു അൻഹു, ആമിന ബീവി റളിയല്ലാഹു അൻഹ, അവരിലൂടെ അല്ലാഹു പുറത്താക്കി. എന്നിട്ട് അവിടെ പറയുന്നു, വലം യൽതഖിയ അലാ സിഫാഹിൻ ഖത്തു വലം യൽതഖിയ, എൻ്റെ മാതാപിതാക്കൾ ഒരുമിച്ച് കൂടിയിട്ടില്ല, അലാ സിഫാഹിൻ, അല്ലാഹു വിരോധിച്ച രൂപത്തിലല്ല, വൈവാഹിക ജീവിതത്തിലൂടെ തന്നെയാണ് അവരൊരുമിച്ച് കൂടിയതും അങ്ങനെ ഞാൻ ഭൗതിക ലോകത്തേക്ക് വന്നതും ഇങ്ങനെ തന്നെയാണ്. അള്ളാഹുവിൻ്റെ നിയമവ്യവസ്ഥിതി പാലിച്ചുകൊണ്ടുള്ള ജീവിതത്തിലൂടെയുള്ള ആ വാപ്പമാരിലൂടെയും ഉമ്മമാരിലൂടെയുമാണ് അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭൗതിക ലോകത്തേക്ക് പിറന്നു വീണത്. പ്യൂറായ ആ അസുലാബിലൂടെ, അവിടെ മുതുകിലൂടെ അവിടുത്തെ ലുത്തുഫത്ത് വന്നു. അങ്ങനെ ലോകൈക ഗുരു അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഭൗതിക ലോകത്ത് വന്നു എന്നാണ് അതിൻ്റെ ഹദീസ്, രണ്ടാം ഹദീസിൽ പറയുന്നത്. സമയത്ര 3:15. ഇനി അതിൻ്റെ ബെയ്ത്ത്,
അല്ലാഹു അല്ലാഹു അല്ലാ അല്ലാഹു അല്ലാഹു അല്ലാ അല്ലാഹു അല്ലാഹു അല്ലാ അലൈഹി തവക്കലു. അവിടെ അള്ളാഹുവിൻ്റെ മേൽ നിങ്ങൾ തവക്കുലാക്കൂ എന്ന് പറയുന്ന ജവാബ്. അവിടെ ബൈത്ത് എന്താണ്? തനഖൽത ഫീ അസ്ലാബി അർബാബി സൂദദി കദശംസു ഫീ അബ്റാജിഹാ തതനഖലു. തനഖൽത അങ്ങ് നീങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് തങ്ങൾ അങ്ങ് നീങ്ങി. ഫി അസ്ലാബി അർബാബി സൂദദി. ഫി അസ്ലാബി മുതുകിലൂടെ, മുതുകുകളിലൂടെ. സുൽബ് മുതുക്, അസ്ലാബ് മുതുകുകളിലൂടെ. അർബാബി, അർബാബ് എന്ന നേതാക്കൾ, സൂദദ് എന്ന് പറഞ്ഞാൽ നേതൃത്വങ്ങൾ. അപ്പം നേതൃത്വങ്ങളായ നേതാക്കളായിട്ടുള്ള ഇവർക്കുള്ള മുതുകിലൂടെ, മുതുകുകളിലൂടെ തങ്ങൾ നീങ്ങി. ഏതുപോലെ? കദശംസു അപ്രകാരമാണ് സൂര്യനും. ഫി അബ്റാജിഹ അതിൻ്റെ ആ സഞ്ചാര പാതയിലൂടെ, സൂര്യൻ സഞ്ചരിക്കുന്ന ആ നടക്കുന്ന അതിൻ്റെ ആ ഭാഗത്തിലൂടെ, അതിൻ്റെ ഭ്രമണമണ്ഡലത്തിലൂടെ തതനഖലു അത് നീങ്ങുന്നു. ഏത് നീങ്ങുന്നു? സൂര്യൻ എന്നതുപോലെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേതൃത്വങ്ങളായ നേതാക്കളാകുന്നവരുടെ ആ മുതുകിലൂടെ തങ്ങളിങ്ങനെ നീങ്ങി. വസിർത സരിയം ഫീ ബുതൂനിൻ തശറഫത് ബിഹംലിൻ അലൈഹി ഫിൽ ഉമൂരിൽ മുഅവ്വലു. വസിർത അങ്ങ് സഞ്ചരിച്ചു. സരിയൻ ഒരു സഞ്ചാരം. ഫീ ബുതൂനിൻ വയറുകളിലൂടെ. ഫീ ബുതൂനിൻ വയറുകളിലൂടെ. എങ്ങനെയുള്ള വയറുകൾ? തശറഫത്, തശറഫത് അത് ഉന്നതമായിരിക്കുന്നു. അത് ആ വയറുകൾ, ആ ഗർഭാശയങ്ങൾ എന്തായിരിക്കുന്നു? ഉന്നതമായിരിക്കും. ബിഹംലിൻ അലൈഹി, ബിഹംലിൻ അലൈഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ നുത്ഫത്ത്, അതിനെ ആ നബിയെ ഗർഭം ധരിച്ച കാരണം കൊണ്ട്. ഫിൽ ഉമൂരിൽ മുഅവ്വലു വളരെ പ്രയാസമുണ്ടാകുന്ന കാര്യങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഗർഭസമയത്തൊക്കെ വളരെ പ്രയാസങ്ങൾ പൊതുവെ സ്ത്രീകൾക്ക് ഉണ്ടാകാറുണ്ട്. എന്നാൽ അത്തരം പ്രയാസമുണ്ടാകുന്ന കാര്യങ്ങളിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഗർഭം ധരിച്ചു എന്ന കാരണം കൊണ്ട് ആ മാതാപിതാക്കൾ അതിൻ്റെ പരമ്പര മുഴുവനും ആദം നബി മുതൽ അബ്ദുള്ള റളിയല്ലാഹു അൻഹു, ആമിന ബീബി റളിയല്ലാഹു അൻഹ വരെയുള്ള മുഴുവൻ മാതാപിതാക്കൾക്കും ഒരു സുരക്ഷിതത്വം എന്തായിരുന്നു? ഉണ്ടായിരുന്നു എന്നാണ് അറിയിക്കുന്നത്. ഹനി അംലി ഖൗമിൻ അന്ത ഫീഹിം വമിൻഹും ബദാ മിൻക ബദ്റും ബിൽ ജമാലി മുസർബലു. ഹനി അൻ അഭിവാദ്യം അറിയിക്കുന്നു. ലി ഖൗമിൻ ഒരു ഖൗമിന്, അന്ത തങ്ങൾ ഫീഹിം അവരിലാണ്, വമിൻഹും അവരിൽ നിന്നുമാണ് തങ്ങൾ, തങ്ങൾ അവരിലുമാണ്, തങ്ങൾ അവരിൽ നിന്നുമാണ്. അഭിവാദ്യം അറിയിക്കേണ്ടവരല്ലേ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏതൊരു സമൂഹത്തിൽ നിന്നാണോ ആ സമൂഹത്തിന് അഭിവാദ്യം. അതുപോലെ തങ്ങൾ അവരിൽ നിന്നും അവർ തങ്ങളിൽ നിന്നുമാണ്. ബദാമിങ്ക ബദറും ബിൽ ജമാലി മുസർബലു. ബദാ വെളിവായി, മിങ്ക ആരിൽ നിന്ന് വെളിവായി? തങ്ങളിൽ നിന്ന് വെളിവായി. ബദറുൻ പൂർണ്ണചന്ദ്രൻ, ബിൽ ജമാലി സൗന്ദര്യം കൊണ്ട്, മുസർബലു വസ്ത്രം അണിയിക്കപ്പെട്ട, അപ്പൊ സൗന്ദര്യം കൊണ്ട് വസ്ത്രം അണിയിക്കപ്പെട്ട പൂർണ്ണചന്ദ്രൻ തങ്ങളിൽ നിന്ന് എന്തായി? വെളിവായി. വലില്ലാഹി വഖ്തുൻ ജഅത ഫീഹി വതാലിഉൻ സഈദുൻ അലാ അഹ്ലിൽ വുജൂദി വമുഖ്ബിലു. വലില്ലാഹി വഖ്തുൻ, അല്ലാഹുവിനെ കൊണ്ട് വഖ്തുൻ ഒരു സമയമുണ്ട്. അതൊരു അത്ഭുതപരമായി പറഞ്ഞതാണ്. ജേത്ത അങ്ങ് വന്നിരിക്കുന്നു, ഫീഹി ആ സമയത്തിൽ, അല്ലാഹു നിശ്ചയിച്ച ആ വളരെ സുപ്രധാനമായ സമയത്ത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങ് വന്നിരിക്കുന്നു ആ സമയത്ത്. താലിഉൻ, താലിഉൻ എന്ന് പറഞ്ഞ ഈ നക്ഷത്രം ഉദിക്കുന്നതിനെ പറ്റി പറയാം. ആ നക്ഷത്രം, ആ താലി, അത് ഉദിച്ചു വന്നു. സഈദും അതുപോലെ തന്നെ വിജയ നക്ഷത്രവും അതുപോലെ നക്ഷത്രവും ഉദിച്ചു. അല അഹ്ലിൽ വുജൂദ്, ഈ ലോകത്തിന്റെ മേൽ ഉദിച്ചു. വമുഖ്ബിലു, അതിങ്ങനെ മുന്നിട്ട് വന്നു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ജനനയും അവിടുത്തെ ആ ഉദിപ്പും അവിടുത്തെ ആ ഒളിവ്, അവിടുത്തെ ഈ ഭൗതിക ലോകത്തേക്കുള്ള വരവിനെ കുറിച്ച് വർണ്ണിക്കുകയാണ്.
അലൈഹി സലാത്തുല്ലാഹി സുമ്മ സ്വലാമുഹു അലൈഹി അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുണ്ടാവട്ടെ സലാത്തുല്ലാഹി അല്ലാഹുവിൻ്റെ ഗുണമുണ്ടാവട്ടെ സുമ്മ സലാമുഹു പിന്നെ അവൻ്റെ രക്ഷയും ഉണ്ടാവട്ടെ ബിതഅദാദി മാ ഖത്റും മിനസ്സുഹ്ബി യൻസിലു ബിതഅദാദി മാ ഒന്നിൻ്റെ കണക്കനുസരിച്ച് ഖത്റും മഴത്തുള്ളി മിനസ്സുഹ്ബി എവിടെ നിന്ന് മേഘത്തിൽ നിന്ന് യൻസിലു അതെന്താകുന്നുണ്ട് ഇറങ്ങുന്നു എന്ന് പറഞ്ഞാൽ എത്രമാത്രം മഴ മേഘത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്നു അത്ര കണ്ട് സ്വലാത്തു സലാം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ടാവട്ടെ ഖിതാമു ജമീഇൽ അംബിയാഇ മുഹമ്മദു എല്ലാ അംബിയാക്കളുടെയും അവസാനം മുഹമ്മദുൻ ആരാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് വയൗമ ഖിയാമിൻ നാസി യുബ്അസു അവ്വലു വയൗമ ഒരു ദിവസം ഖിയാമിൻ നാസ് ജനങ്ങളെ പുനർജനിപ്പിക്കപ്പെടുന്ന ആ അന്നത്തെ ദിവസം യുബ്അസു അവ്വലു ആദ്യമായിട്ട് പുനർജനിപ്പിക്കപ്പെടുന്ന ആരെയാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഫജുദു യാ റസൂലല്ലാഹി മിൻക ബിറഹ്മതി ലിഅബ്ദിൻ നസീരിൻ ബിദ്ദുനൂബി മുസർബലു ഫജുദ് ഫജുദ് യാ റസൂലല്ലാഹ് അങ്ങ് എന്താകും ഫജുദ് തങ്ങൾ ദയ കാണിക്കൂ യാ റസൂലല്ലാഹ് ഓ നബിയെ അങ്ങൊന്ന് ദയ കാണിക്കൂ മിങ്ക അങ്ങിൽ നിന്ന് ഞങ്ങൾക്ക് ദയ കാണിക്കൂ ബിറഹ്മത്തിൻ എന്തുകൊണ്ട് അങ്ങയുടെ റഹ്മത്ത് ഞങ്ങൾക്ക് നൽകിക്കൊണ്ട് ദയ കാണിക്കൂ ലി അബ്ദിൻ നസീരിൻ ആർക്ക് വളരെ പിടിക്കപ്പെട്ട ബന്ധസ്ഥനാക്കപ്പെട്ട അടിമക്ക് ഏതുകൊണ്ട് ബിദ്ദുനൂബി മുസർബലു ദോഷം കൊണ്ട് വസ്ത്രം ധരിക്കപ്പെട്ട പിടിക്കപ്പെട്ട അടിമക്ക് അങ്ങയുടെ റഹ്മത്ത് കൊണ്ട് അങ്ങൊന്ന് ദയ കാണിക്കൂ നബിയേ ഫജുദു യാ റസൂലല്ലാഹ് മിൻക ബിറഹ്മതിൻ ലിഅബ്ദിൻ നസീരിൻ ബിദ്ദുനൂബി മുസർബലു വസല്ലി ഇലാഹി കുല്ല യൗമിൻ വലൈലത്തിൻ വസല്ലി അങ്ങ് ഗുണം ചെയ്ത് ഇലാഹി ഓ റബ്ബേ അങ്ങ് ഗുണം ചെയ്യി കുല്ലയൗമിൻ എല്ലാ ദിവസവും വലൈലത്തും എല്ലാ രാത്രിയും അലാ അഹ്മദ് അൽ മുഖ്താർ തെരഞ്ഞെടുക്കപ്പെട്ട അഹ്മദ് എന്നു പേരുള്ള മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ മൗലൽ ഫളാഇൽ എല്ലാവിധ ശ്രേഷ്ഠതയുടെയും ഉടമസ്ഥനാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂലാക്കുമാറാവട്ടെ. ഞാൻ നേരത്തെ ഇതിലൊക്കെ പറഞ്ഞതുപോലെ പദാർത്ഥങ്ങൾ മാത്രം പറഞ്ഞ് ഇശാഇന് മുമ്പ് നിർത്തുന്ന ചെറിയൊരു മജ്ലിസ് ബറക്കത്തിന് വേണ്ടിയാണ്. ഇതുകൊണ്ട് എന്ത് നേടിയെന്ന് പറഞ്ഞാൽ ഇരുത്തവും കേൾക്കലും തന്നെ ഒരു തബറൂക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാസത്തിൽ ആ ഒരു സദസ്സിൽ ഇരുന്നല്ലോ എന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാം. അല്ലാഹു കബൂലാക്കട്ടെ. യാ റബ്ബി യാ അല്ലാഹ് ഞങ്ങളുടെ മജ്ലിസ് നീ കബൂലാക്കണം അല്ലാഹ്. ഓതിയ മൗലിദ് സ്വീകരിക്കണം അല്ലാഹ്. പറഞ്ഞത് കബൂലാക്കണം അല്ലാഹ്. എല്ലാവിധ ബർക്കത്തിനും നിഅമത്തും ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്. ദുആ സ്വീകരിക്കണം അല്ലാഹ്. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلق سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله تعالى وبركاته.